ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇടവക എന്ന വാക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഒരു ചെറിയ ധ്യാനം. ഇടവക, നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് വക ചോദിക്കുന്ന സ്ഥലമാണോ ഇടവക? അതോ ഇടവക എന്ന വാക്കിന് എന്തെങ്കിലും വേറെ അർത്ഥമുണ്ടോ? മലയാളത്തിൽ ഇടവക എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇടപ്രഭുവിൻ്റെ അധികാരത്തിന് കീഴിലുള്ള പ്രദേശം, അതാണ് അതിൻ്റെ മൂലാർത്ഥം. ഇടപ്രഭു, അതായത് ചക്രവർത്തി, രാജാവ്, ഇടപ്രഭു, അങ്ങനെയുള്ള ഇടപ്രഭുവിൻ്റെ അധികാരത്തിന് കീഴിലുള്ള പ്രദേശം. അത് ഈ വാക്കുപയോഗിച്ച രാജഭരണകാലത്താണ്. ചക്രവർത്തി, പിന്നെ സാമന്ത രാജാക്കന്മാർ, അവർ താഴെ നാടുവാഴികൾ, അല്ലെങ്കിൽ ഇടപ്രഭു. അപ്പോൾ ഇടപ്രഭു, അതാണ് ഇട എന്ന് പറയുന്നത്. ഇടപ്രഭു, ആ രാജഭരണകാലത്ത് ഇടപ്രഭുവിൻ്റെ അധികാരത്തിന് കീഴിലുള്ള ആ പ്രദേശത്തെയും അതിലുള്ള ആളുകളെയും ഉദ്ദേശിച്ചിട്ടാണ് ഈ ഇടവക എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഇടവക എന്ന് ഉപയോഗിക്കും. ഇടവക എന്നും പറയാറുണ്ട്. അത് ഇടവക പറഞ്ഞ് ഇടവകയായതാകാനും സാധ്യതയുണ്ട്. ഇടം അല്ലെങ്കിൽ ഇടം എന്നതിന് സ്ഥലം എന്നും അർത്ഥമുണ്ട്, വീട് എന്നർത്ഥമുണ്ട്. ഇടം എന്നതിന് സ്ഥലം എന്നർത്ഥമുണ്ട്, വീട് എന്നർത്ഥമുണ്ട്. നാടുവാഴിയുടെ വീടിന് ഇടമെന്ന് പറഞ്ഞിരുന്നു. ഇടമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ നാടുവാഴിയുടെ ഭരണസീമയിൽപ്പെട്ട പ്രദേശം, ആ പ്രദേശത്തിന് ഇടവക എന്ന് പറയുന്നു. ഇടം വക സ്ഥലം, അതായത് നാടുവാഴിയുടെ വക സ്ഥലം. സ്ഥലം എന്ന് പറയുമ്പോൾ സ്ഥലവും അല്ലെങ്കിൽ ആ പ്രദേശവും അതുള്ള ആളുകളും. അധികാരം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ മേലെന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ മേത്ര മാത്രമല്ലല്ലോ, ആളുകളുടെ മേലും ഒക്കെ അധികാരമുണ്ട്. അതിനാൽ തന്നെ ഭരണാധികാരം എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഒരു രണ്ട് സംഗതികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒന്ന്, അതിനൊരു വീട് എന്നർത്ഥമുണ്ട്. ഇടം എന്നുള്ളതിന് അല്ലെങ്കിൽ ഇടം എന്നതിന് സ്ഥലം എന്നർത്ഥമുണ്ട്, വീട് എന്നർത്ഥമുണ്ട്. ആ സ്ഥലവും സ്ഥലത്തുള്ളവരെല്ലാം ഒരു വീട് പോലെ കരുതപ്പെടുന്ന ഇടമെന്നും അർത്ഥം വരികയാണ്. ഒരു കുടുംബം, അതായത് നാടുവാഴിയുടെ അധികാരത്തിന് കീഴിലുള്ള ആ പ്രദേശവും അവിടെയുള്ള ആളുകളും നാടുവാഴിയുടെ കുടുംബക്കാരായി മാറുന്നു. ഇതിൽ നിന്നാണ് ഈ ഇടവക എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവം. അത് സഭയിലേക്ക് വരുമ്പോൾ ഈ ഇടപ്രഭുവും നാടുവാഴിയും ഒന്നും അല്ലല്ലോ, ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്താണ്, ദൈവമായ കർത്താവ് ഇല്ലേ, ചക്രവർത്തി, അവൻ്റെ ഭരണത്തിന് കീഴിലുള്ള നമുക്ക് ഭരണ സംവിധാനം സഭയിൽ, അതിൽ ഉള്ള ഒരു ഇടം. അപ്പോൾ നാടുവാഴിയുടെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഇടപ്രഭുവിൻ്റെ സ്ഥാനത്തുള്ള ഒരു മെത്രാന്റെ സ്ഥലം അല്ലെങ്കിൽ ഒരു സഭയുടെ സ്ഥലവും ആ സ്ഥലത്തുള്ള ആളുകൾ, അവരുടെ മേലുള്ള അധികാരം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ശരിക്കും അധികാരമുണ്ട്. രണ്ട്, അവരെയെല്ലാം കുടുംബമായിട്ട് കരുതുന്ന ഒരു തരത്തിലുള്ള ഒരു അധികാരമാണത്. അതായത് പോലീസും പട്ടാളം ഉപയോഗിച്ചിട്ട് ദേശരാഷ്ട്രം ചെയ്യുന്ന ഒരു അധികാരം പോലെയുള്ള ഒരു അധികാരമല്ല. ഈ പ്രദേശത്തുള്ളവരെയും ഈ അതിലുള്ള ജനങ്ങളെയും തൻ്റെ കുടുംബമായിട്ട് കണക്കാക്കുന്ന തരത്തിൽ, കുടുംബത്തിലെ അപ്പനെ മക്കളുടെ മേലുള്ള ഒരു അധികാരമുണ്ട്. അവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഒരു ദേശരാഷ്ട്രത്തുള്ളതിനേക്കാൾ കൂടുതൽ നിയമങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. പക്ഷെ അത് നമുക്ക് അനുസരിക്കാൻ വലിയ പ്രയാസമില്ല. എന്താ കാരണം? ഇനി അനുസരിച്ചില്ലെങ്കിൽ അടിയും കിട്ടും ചിലപ്പോൾ. ഇപ്പം അടിക്കാൻ പാടില്ലെങ്കിലും. എന്താ കാര്യം? ഈ പോലീസും പട്ടാളം അടിക്കുന്ന പോലെയല്ല അമ്മയും അപ്പനും നമ്മൾ അടിക്കുന്നത്. അവരടിക്കുന്ന അടിക്ക് സ്നേഹത്തിൻ്റെ ഒരു വലയമുണ്ട്. അപ്പം നമുക്കറിയാം ഇത് അടിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ആ നേരത്തെ വേദന തോന്നും, കരയും, ചിലപ്പോൾ നമ്മൾ തെറിയൊക്കെ പറയുമെങ്കിലും നമുക്കറിയാം ഇത് അമ്മ അപ്പൻ നമ്മുടെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ സ്നേഹത്തിൻ്റെ പൊതിയിലാണ് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത്. അവർക്കത് പറ്റില്ല. അത് അവിടെ അങ്ങനെയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇടം എന്നതിന് രണ്ട് അർത്ഥം വരികയാണ്. നമുക്കിതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പരോയിക്കിയ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. പരോയിക്കിയ, ഇടവക എന്ന അർത്ഥത്തിൽ പരോയിക്കിയ. ആ വാക്ക് വരുന്നത് നടപടി ഗ്രന്ഥത്തിൽ 13-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ്. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് മിസ്രായിം ദേശത്തിലെ, ഈജിപ്റ്റ് ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഈജിപ്റ്റ് ദേശത്തിലെ
പ്രവാസകാലത്ത്. പ്രവാസകാലത്ത് എന്നതിന് പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പരോയിക്കിയ. പ്രവാസകാലത്ത് എന്നതിന് പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കാണ് നടപടി ഗ്രന്ഥം 13:17 പരോയിക്കിയ. വിദേശത്ത് പ്രവാസിയായി പാർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, പരോയിക്കിയ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ അത്ര വലിയ പ്രയാസം ഇല്ല. പാര എന്ന വാക്ക് നമുക്കറിയാം, പാര ഇല്ലേ, പാരലൽ കോളേജ്, പാരാമെഡിക്കൽ കോഴ്സ്, പാര വശത്ത് എന്നർത്ഥം, പാർശ്വം. ഒയ്ക്കോസ് എന്ന് വെച്ചാൽ വീട്, പാർശ്വത്തിൽ വീട് വെച്ചവൻ എന്ന് വെച്ചാൽ അയൽപ്പക്കത്ത് താമസിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. അതായത് അന്യ വീട്ടിൽ, അന്യദേശത്ത്, വിദേശത്ത് ഇല്ലേ, വിദേശത്ത് അവിടെ അടുത്തായിട്ട് പാർക്കുന്നു, പ്രവാസിയായിട്ട് പാർക്കുന്നു, അതാണ് പരോയിക്കിയ. ഒരു അന്യനാട്ടില് പരദേശിയായി, പ്രവാസിയായി പാർക്കുക, അതാണ് പരോയിക്കിയ. പരോയിക്കിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ലത്തീനിൽ പരോക്കിയ, പരോയിക്കിയ. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രീക്കും ലത്തീനകത്തെ വ്യത്യാസം. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. പരോയിക്കിയ എന്നതിന് ഗ്രീക്ക് പരോയിക്കിയ, അന്യദേശത്ത് പ്രവാസിയെ താമസിക്കുക. അതിന് ലത്തീൻ പരോക്കിയ, അതിൽ നിന്ന് ഇംഗ്ലീഷിലെ പാരിഷ്. ഇതാണ് ഗ്രീക്കിലും ലത്തീനിലും ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കുന്നത്, പാരിഷ് എന്ന വാക്ക്. ഈ പറഞ്ഞ അന്യദേശത്ത് പ്രവാസിയെ താമസിക്കുക. ഈ അന്യദേശത്ത് പ്രവാസിയെ താമസിക്കുക എന്നുള്ളത് ദൈവശാസ്ത്രപരമാണ്. നമ്മുടെ ഹോംലാൻഡ്, നമ്മുടെ സ്വദേശം സ്വർഗമാണ്. ഇവിടെ അന്യദേശമാണ്, വിദേശമാണ് ഭൂമി. ഇവിടെ പ്രവാസിയായിട്ട് നമ്മൾ ജീവിക്കുന്നത് കുറച്ച് കൊല്ലം ജീവിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകും, മരിച്ചു പോകും. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ പരദേശിയായിട്ട് പാർക്കുന്ന ഇടമാണ് ഇടവക. ഗ്രീക്ക്, ലത്തീൻ, ഇംഗ്ലീഷിൽ. അത് നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നട്ടപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം വന്നപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു നാടുവാഴിയുടെ ഇടം, സ്ഥലം, അവിടെയുള്ള ആളുകൾ, അവരുടെ മേലുള്ള ഒരു അധികാരം. പക്ഷെ ആ അധികാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിലെ ആളുകളോടുള്ള ഒരു സമീപന രീതിയാണ്. ഈ കാനൻ ലോയിൽ പറയുന്ന സംഗതി ഉണ്ടല്ലോ, മെത്രാൻ രൂപതയുടെ കുടുംബനാഥനാണ്, ഗ്രഹനാഥനാണ്. മെത്രാൻ രൂപതയുടെ ഗ്രഹനാഥനാണ്. ഇതുപോലെ ഇടവകയുടെ ഗ്രഹനാഥനാണ് ഈ വികാരി അച്ഛൻ, ഗ്രഹനാഥനാണ്. ആ തരത്തിലാണ് പെരുമാറേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാ കുടുംബത്തിൻ്റെയും ഒരു ഗ്രഹനാഥനെ പോലെ ഉത്തരവാദിത്വം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഇടവക എന്ന വാക്കിന് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഇടവക ആ അർത്ഥമല്ല ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് അർത്ഥം. ശരിക്കും ഉണ്ടായിരുന്ന അർത്ഥം, ഈ നാടുവാഴി ഇടം എന്ന് പറഞ്ഞുള്ള വാക്കിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്കിന് അർത്ഥം കുറെ കൂടി വിശാലമായ അർത്ഥമായിരുന്നു. അത് ജോർജ് കുരിക്കുറച്ചൻ്റെ ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിൽ 16-ാമത്തെ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം, ചെറിയൊരു ഭാഗമാണ്. കേരളത്തെ മുഴുവനും ഒരു ഇടവകയായിട്ടാണ് 1599 ഉദയം പേരൂർ സൂനകദോസന്റെ കാനോനയിലും 1606 കൊടുങ്ങല്ലൂർ വെച്ച് റോസ് മെത്രാൻ എഴുതിയ നിയമാവലിയിലും പരാമർശിക്കുന്നത്. കേരളം മുഴുവനും ഒരു ഇടവക, ഒരു പ്രാദേശിക സഭ എന്നാണ് ഇടവകയ്ക്ക് അതിൽ അപ്പോൾ അർത്ഥം. മലങ്കര ഇടവക എന്നാണ് അവയിൽ പറയുന്നത്. കേരളത്തിന്റെ പേരാണ് മലങ്കര. മലങ്കര ഇടവക എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ഒരു ഇടവക, ഒരു നാടുവാടിയുടെ ഇടം. പിന്നീട് രൂപത, അതിരൂപത എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ടായി. ഒരു പള്ളിയുടെ വികാരിയുടെ അധികാര സീമയുടെ പ്രദേശം എന്ന അർത്ഥം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്, മുമ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അർത്ഥസങ്കോചത്തിന് വിധേയമായ വാക്കാണ് ഇടവക. സൂനകദോസ് കാനോനകളുടെ ആമുഖത്തിൽ പറയുന്നു, മലങ്കര പണ്ടേ ഉള്ള മർത്തോമ നസ്രാണികളുടെ ഇടവകയിലെ പട്ടക്കാരെയും എണങ്ങരെയും യോഗം കൂട്ടി കൽപ്പിച്ച സൂനകദോസെ ഇത്. റോസ് മെത്രാന്റെ നിയമാവലിയുടെ ശീർഷകം ഇങ്ങനെയാണ്: നമ്മുടെ മലങ്കരെ മാർത്തോമാസ്ലിഹായുടെ ഇടവകയുടെ കൽപ്പനകൾ ഇത്. പഴയ മലയാളം ലിപിയിലാണ്, മലയാളത്തിലാണ്. അത് തന്നെ തെളിവാണ് ഈ 16-ാം നൂറ്റാണ്ടിലെയും 15-ാം നൂറ്റാണ്ടിലെയും ഒക്കെ എഴുത്തുകളാണ് എന്നുള്ളത്. അപ്പോൾ കേരളം മുഴുവൻ ഒരു മഹാ ഇടവകയായിരുന്നു, അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. ഒരൊറ്റ മാർത്തോമ നസ്രാണികളുടെ ഒരു ഇടവക. ഇപ്പൊ സീറോ മലബാർ സഭ, ഇപ്പൊ പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭ, അതിപ്പോ ആഗോള സഭയായിട്ടുണ്ട്. ആ സഭ ഒരു ഒറ്റ ഇടവക പോലെയാണ്.
ആ ഇടവക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടി ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ പരദേശിയായി ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുകയും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് പ്രവാസികൾ അങ്ങനെയാണല്ലോ, ഹോംലാൻഡ് സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള മോഹത്തോടെ ജീവിക്കുകയും അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ജീവിക്കുന്ന പ്രദേശത്തും അതിനൊരു നേതാവുണ്ട്, ഒരു നാടുവാഴി പോലെ അല്ലെങ്കിൽ ഇടപ്രഭു പോലെ. ആ അദ്ദേഹത്തിന്റെ അധികാരത്തിന് കീഴിൽ, പക്ഷെ അദ്ദേഹം അധികാരം ഉപയോഗിക്കുന്നത് ഒരു കുടുംബക്കാർ പോലെയാണ്, ഒരു കുടുംബത്തിലെ ആളുകളുടെ ബന്ധം പോലെയാണ്. ഇങ്ങനെയുള്ള ഇത്രമാത്രം അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ഇടവക. അപ്പോൾ നമ്മൾ ഇടവകക്കാർ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളത് പറയാനും, അത് ഇപ്പോൾ ഈ നോമ്പുകാലത്തിൻ്റെ സമയത്താണുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി അതിനൊരു ആഴം വരികയാണ്. കാരണം എന്താണ്? ഈ വീട്ടിൽ ഭിന്നിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ വീടിൻ്റെ അധികാരങ്ങൾ അംഗീകരിക്കാതെ, അവകാശങ്ങൾ അംഗീകരിക്കാതെ, പിന്നെ അതിൻ്റെ പാരമ്പര്യങ്ങളും ഓരോ കുടുംബത്തിനും പൈതൃകവും പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അംഗീകരിക്കാതെ ഭിന്നിച്ച് നിൽക്കുന്ന കുറേ പേര് ഈ വീട്ടിൽ തന്നെ അകത്തുണ്ട്. അപ്പോൾ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ ചൂരിലെടുക്കണമെങ്കിൽ ചൂരിലെടുക്കണം.